നൈരാശ്യവും വെറുപ്പും പുരുഷാർത്ഥം പൂർത്തീകരിക്കുന്നതിന് മുമ്പ് തിരിച്ചു പോകരുത്. കുടുംബം ഒന്നായി തന്നെ ആഗ്രഹിച്ചിരിക്കുന്നത് വെറുപ്പാണ് ജീവിക്കുന്നു. സത്യവിശ്വാസിക്ക് എന്താ വേണ്ടത്? സന്തോഷം. സഹോദരന്മാരെ സഹോദരിമാരെ, ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട്. ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹമുണ്ട്. ഒരേ ഒരു ഉത്തരവുള്ളൂ, ഈ ജീവിതമാണ് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം. ലോകം തിരിഞ്ഞു ചിന്തിക്കുമ്പോഴും ഒരു മുമ്പിനൊപ്പം മറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഈ ലോകമാണ്, ഈ ജീവിതമാണ് ഏറ്റവും വലിയ അനുഗ്രഹം. ഇവിടെ ജീവിക്കാൻ അവസരം നൽകിയില്ലേ? ഈ ദുനിയാവിൽ വരാൻ അവസരം നൽകിയില്ലേ? ഒരു നടക്കിന് നമ്മയും കൂട്ടിയില്ലേ? ഈ പരീക്ഷ എഴുതാൻ നമുക്കും അവസരം നൽകിയില്ലേ? അതല്ലേ സന്തോഷം. ലക്ഷത്തിൽ പല കുട്ടികളെ ചെയ്തിട്ടുള്ള എൻട്രൻസ് എക്സാമിൽ നിന്ന് ചില കുട്ടികളെ നിനക്ക് എഴുതാൻ പാടില്ലായിരുന്നെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ ഇവിടെ എന്തോ അവസ്ഥയിരിക്കും. ആ കുട്ടിയുടെ ബുക്ക് എത്രയായിരിക്കും? എന്നാലും എനിക്ക് മത്സരിക്കാൻ അവസരം വെച്ചില്ലേ? ഒരു കൈ നോക്കാൻ അങ്ങനെയല്ലേ ചിന്തിക്കട്ടെ. ഈ ദുനിയവിയായ ജീവിതത്തിൽ വന്ന് ഈ പരീക്ഷയൊക്കെ എഴുതാൻ الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا ليبلوكم ഒരു പരീക്ഷാർത്ഥിയാണ് എഴുതുക. കിട്ടിയാൽ എന്തെന്തും നേട്ടങ്ങളാണ് കിട്ടാൻ പോകുന്നത്. അത് മുമ്പിൽ വെക്കുമ്പോൾ ഈ തുല്യതയായ പ്രയാസങ്ങളും പ്രശ്നങ്ങളും വേദനകളും ബുദ്ധിമുട്ടുകളും അവഗണിച്ച് നമ്മൾ അവഗണിക്കും. സന്തോഷം ഉണ്ടാവും, നൈരാശ്യമിക്കുന്നുണ്ടാവില്ല. അതുകൊണ്ട് ശ്രദ്ധിക്കുക, ലോകത്തെ പോലെ ചിന്തിക്കാതിരിക്കുക. എന്താണ് ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം? ലോകത്തെ ഏറ്റവും വലിയ അനുഗ്രഹം ജീവിതമാണ്. അതോടൊപ്പം ജീവിതം അതുല്യമാണ്, അസന്തുലിതമാണ്. നേരത്തെ അത് സഹോദരൻ അസന്തുലിതമായിട്ടുള്ള ഒരു ജീവിതം ലഭിച്ചു എന്നതും ഏറെ സന്തോഷപ്രദമാണ്. അല്ലെങ്കിൽ ജീവിതം ഉണ്ടാകുമായിരുന്നില്ല. മുതലാളിണ്ടായി, തൊഴിലാളിണ്ടായി, പണക്കാരുണ്ടായി, പണിക്കാരുണ്ടായി. അതല്ലേ വലിയ സന്തോഷം. എല്ലാവരും പണക്കാരാണെങ്കിൽ എന്തായിരിക്കും ലോകത്തിന്റെ ആരാധന? ഒന്നും കൂടി എല്ലാവരും പണക്കാരായി എന്തായിരിക്കും ലോകത്തിന്റെ ആരാധന? ഒരാൾ പറഞ്ഞു, നാളെ എന്റെ വീട്ടിലെല്ലാം പണിയുമ്പോൾ വീട്ടിലേക്ക് വരണം എന്ന്. അപ്പൊ അവരെ പറയുന്നത്, നീ എന്റെ വീട്ടിലേക്ക് വന്നു. ഒരിക്കലും പണിക്ക് പോവില്ല, ഒരു പണിയും നടക്കില്ല, ഒരു വികസനം ഉണ്ടാവില്ല. ഭൂമി ഒരു ഇഞ്ചും മുന്നോട്ട് പുരോഗതിയിലേക്ക് വികസനത്തിലേക്ക് നീങ്ങാൻ. വികസനത്തിലേക്ക് പോയതെന്നുകൊണ്ട് മനുഷ്യന്മാരുടെ അവസ്ഥകൾ വ്യത്യസ്തമായി അസന്തുലിതമായി ഭക്ഷണത്തിലും ഔദാര്യങ്ങളിലും അനുഗ്രഹങ്ങളിലും നിങ്ങളെ ഏറ്റക്കുറവുകളുള്ള നിന്നോക്കുന്നതിലുള്ള അസന്തുലിതമായ അവസ്ഥയിൽ റബ്ബാനായ റബ്ബാണ് നിങ്ങളെ വിശേഷിക്കുന്നത്. എന്നെ പാവപ്പെട്ടവനാക്കിയതുകൊണ്ട് എനിക്ക് വേദന വേണം. ഞാൻ ജാതിയുടെ മകനായി പുറക്കാത്തത് കൊണ്ട് എനിക്ക് വിഷമം, പ്രതിഷേധം. ഈ മീൻകാരൻ അപൂർവത്തിന്റെ മോനായി പോയതുകൊണ്ട് ഈ കൈക്കോട്ട് കളിക്കാരൻ കർഷകനായിട്ടുള്ള മുഹമ്മദിന്റെ മകളായതുകൊണ്ട് വേദനയാണ്. മുഴുവൻ കുട്ടികൾക്കും പ്രത്യേകിച്ചും വളർന്നു വരുന്ന യുവതക്ക് ഏറെ വേദന. രാജ്യമില്ല ടാറ്റയുടെയോ ബിർളയുടെയോ ഗോയയുടെയോ അംബാനിയുടെയോ മക്കളായിരുന്നു വീട്ടിൽ എന്തുമാത്രം സുഖമായിരുന്നു. നല്ല ഭക്ഷണവും നല്ല വസ്ത്രങ്ങളും ആഡംബര ജീവിതവും മൊബൈലും കമ്പ്യൂട്ടറും അരിപ്പാടുകളുടെ എന്തെന്ന് സാമഗ്രികൾ സൗകര്യങ്ങൾ അനുവദിക്കുമായിരുന്നല്ലോ. ലോകം അങ്ങനെ ചിന്തിക്കുമ്പോൾ നമുക്ക് ജീവിച്ചു ചിന്തിക്കാൻ വേണ്ടല്ലോ. ഇവിടെ വേണ്ട, വേണ്ടല്ലോ, ഇവിടെ വേണ്ട.
മുട്ടുന്ന തലത്തിൽ മതി അമിതമായ വേദന. അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു പ്രാർത്ഥന, ഭർത്താവെ എനിക്ക് അധികം നിലനിർത്തി കിടത്തവനെ എന്ന അള്ളാഹുവിന്റെ റസൂലിനോട് എപ്പോഴും ഒരു ഉത്സവയും ഒരു പേടിയും നിങ്ങൾക്ക് സമ്പൽ സമൃദ്ധി ഉണ്ടാകുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. ദുനിയാവിൽ നിങ്ങൾക്ക് കുമിഞ്ഞു കൂടുന്നതിൽ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലോകത്തിന്റെ വേദനയോ ഇല്ലല്ലോ, മതിയായില്ലല്ലോ. 10 കിട്ടിയിൽ 100 മതിയെന്നും അല്ല, അതെക്കാളും വേദിയിരുന്നു എന്നും വേദനയോടുകൂടി ആവശ്യപ്പെടുകയും അതിന് വേണ്ടി പരിശ്രമിക്കുകയും അങ്ങനെയല്ലേ ലോകം മതിയാവുന്നില്ല. അള്ളാഹുവിന്റെ റസൂൽ തന്നെ പറഞ്ഞത്, അവന്റെ വയറ് നിറയ്ക്കണമെങ്കിൽ മണ്ണ് തന്നെ വേണം. മണ്ണിൽ മുഖം കുത്തി കൂപ്പുകുത്തി വീഴുമ്പോഴേ അവന്റെ വയറ് നിറയൂ എന്ന് പറഞ്ഞില്ലേ. 2 മലം മുഴുവനും സ്വർണം കിട്ടിയാൽ മൂന്നാമതൊന്നവൻ ആഗ്രഹിക്കുമെന്ന് പറഞ്ഞില്ലേ. ഇങ്ങനെയാണ് ആദത്തിന്റെ സുന്ദൻ മനുഷ്യവർഗത്തിന്റെ സ്വഭാവമെങ്കിൽ ഈ സത്യവിശ്വാസികളെ നമുക്ക് വഴിമാണ്. എന്തേ പറഞ്ഞത്? എനിക്ക് എന്റെ ദൈനംദിന ജീവിതം മുന്നോട്ട് നയിക്കുന്ന യാത്രമാക്കി കനായിട്ടുണ്ടാവുകയായിരുന്നു, സംതൃപ്തിയുണ്ടാവുകയായിരുന്നു, ഉള്ളത് കൊണ്ട് പോകം പോലെ കഴിയാൻ സാധിക്കുകയായിരുന്നു.